Welcome to Blessing today, and I believe God is going to do something big in your life. Amen. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരു വിലയില്ല ബ്രദറെ, ആരും എന്നെ വില മതിക്കുന്നില്ല, അവരവരുടെ ഉള്ളിലും എനിക്ക് എന്ത് വില, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്തെങ്കിലും വിലയുണ്ടോ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളത് അവലോകനം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ടി വിയിൽ കാണുന്നവർ മറ്റുള്ളവരോട് വാച്ച് ചെയ്യാൻ ഇപ്പോൾ തന്നെ പറയുക. യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒന്നും നിങ്ങൾക്ക് മിസ്സാവരുത്. ഓഡിയോ പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം, കിച്ചണിൽ ജോലി ചെയ്യാം. അതുകൊണ്ട് ഗൂഗിൾ പോഡ്കാസ്റ്റ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങിയതിലൊക്കെ ഇതിൻ്റെ ശബ്ദരേഖ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറും. സ്പോൺസേഴ്സ് ആരൊക്കെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ സ്പോൺസർ കൊച്ചിയിൽ നിന്ന് സംഗീത മുത്തുകുമാറാണ്. ആദ്യത്തെ നമ്മുടെ താങ്ക് യു സോ മച്ച് സംഗീത. കർത്താവേ, ദൈവമേ, നീ നൽകിയ എല്ലാ നന്മകൾക്കും, പ്രത്യേകിച്ച് ഏപ്രിൽ 26 മകൾ ഐശ്വര്യയുടെയും സച്ചിൻ്റെയും വിവാഹം ഭംഗിയായി നടന്നതിൻ്റെയും നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവെ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങ് അനുഗ്രഹിക്കണമേ. മകളുടെ വിസ എത്രയും വേഗം ശരിയാകുവാനും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുവാനുമായിട്ട് സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ കൂത്താട്ടുകുളത്തുനിന്ന് റെജി എം ആണ്. താങ്ക് യു സോ മച്ച് റെജി. കർത്താവ്, ഇതുവരെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. 2 മക്കൾക്കും ജോലി ലഭിക്കുവാനും ഭാവി അനുഗ്രഹിക്കപ്പെടുവാനും വീടിൻ്റെ പണി എത്രയും വേഗം തുടങ്ങുവാനും തടസ്സങ്ങളില്ലാതെ അത് പൂർത്തിയാകുവാനും കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 നമുക്ക് ഇനി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയിലേക്ക് അതിന് ശേഷം നമുക്ക് പോകാം. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓൾറൈറ്റ്, ഇന്നലെ നമ്മൾ യേശുവിൻ്റെ രക്തം തളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. മനസാക്ഷിക്ക് ഒരു ശുദ്ധീകരണം വരണമെങ്കിൽ ചിലർ എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കും. ദരിദ്രർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയോ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുകയോ കഞ്ഞി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പാവപരിഹാരം ഉണ്ടാവും. മനസ്സിനൊരു സ്വസ്ഥത കിട്ടും, ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ, നല്ല പ്രവൃത്തികൾ ചെയ്തു, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനുഷ്യ മനസാക്ഷിയെ നിർമ്മലീകരിക്കുന്നത്
യേശുവിൻ്റെ രക്തമാണ് എന്ന ഒരു പവർഫുൾ ട്രൂത്ത് നമ്മൾ ഇന്നലെ കണ്ടെത്തി. ഇന്നലെ ഒത്തിരി പേർക്ക് വിടുതൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉറങ്ങിയോ? യേശുവിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കി മനസാക്ഷിയിൽ ഒരു ശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ അലാം വെച്ചാൽ പോലും ചിലപ്പോൾ എഴുന്നേൽക്കില്ല, അതുപോലെ ഉറങ്ങിപ്പോകും. കാരണം സമാധാനം നദികൾ പോലെ ഒഴുകും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ രക്തത്തളിയെ കുറിച്ചുള്ള ചില വചനങ്ങൾ കൂടെ തന്നാൽ ഒന്ന് കുറിച്ച് വെക്കാമോ? 1 പത്രോസ് 1:2. പിതാവാം ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. ഈ പഴയ നിയമത്തിൽ ചോരത്തുളി ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ചോരത്തുളി ഉണ്ട്. പഴയ നിയമത്തിൽ അക്ഷരീകമായി അറുക്കുന്ന കാളയുടെയോ പശുക്കിടാവിൻ്റെയോ ഒക്കെ രക്തമെടുത്ത് തളിച്ചിട്ട് പോകണം. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ വിശ്വാസത്താൽ യേശു ചൊരിഞ്ഞ ആ ആത്മീയ രക്തത്തിൽ വിശ്വസിച്ച് വിശ്വാസത്താലുള്ള ഒരു ചോരത്തളിയാണ് നമ്മൾ ആചരിക്കേണ്ടത്. അതിന് വേറെ ചെലവൊന്നുമില്ല. ഒരു സ്ഥലം വരെ പോകേണ്ട, ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് യേശു കർത്താവിൻ്റെ രക്തത്താൽ ചിന്തിക്കാം, വിശ്വസിക്കാം, വാഗൊണ്ട് പറയാം, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ എന്നെ തന്നെ കഴുകുന്നു എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം 1 John chapter 1 verse number 7, 1 യോഹന്നാൻ 1:7, the blood of Jesus his son purifies us from all sin. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് ബൈബിളിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇന്നലെ പറഞ്ഞു സോപ്പ് ഇരുന്നിട്ട് കാര്യമില്ല. കുളിക്കണം, അപ്ലൈ ചെയ്യണം, തേച്ച് കുളിക്കണം. ഇതുപോലെ യേശുവിന്റെ രക്തത്തിൽ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കണം. യേശുവിന്റെ രക്തം, യേശുവിന്റെ ചോര എന്റെ പാപക്കറകളെ കഴുകി. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, കഴിയുന്നതാണ്. അത് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം. വെളിപ്പാട് പുസ്തകം 7:14, Revelation 7:14. I answered, Sir, you know. And he said, These are they who have come out of the great tribulation. They have washed their robes and made them white in the blood of the Lamb. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഒരാളുടെ ഡ്രസ്സ് യെലോയോ ബ്ലൂവോ ഗ്രീനോ വൈറ്റോ ആണെന്നിരിക്കട്ടെ, ഒരു ഡ്രസ്സ്, അതുകൊണ്ട് ഒരു പാത്രത്തിലിരിക്കുന്ന രക്തത്തിൽ മുക്കിപ്പൊക്കിയാൽ എങ്ങനെ ഇരിക്കും? ചുവന്ന കളറായി. അത് ചുവന്ന കളർ കൂടി അതിൽ കയറി പിടിച്ചിട്ട് രണ്ടും കൂടി ചേർന്ന് വേറൊരു ഡിഫറൻറ്റ് കറ പിടിച്ച വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ എന്താ പറയുന്നത്? യേശുവിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കിയപ്പോൾ എന്തായി? വെളുപ്പിച്ചു. Made them white. വാ, അതെന്തൊരു അത്ഭുതമാണ്. പാപത്തിന്റെ കറകൾ, കട്ട പിടിച്ചിരിക്കുന്ന കറകൾ പോലും യേശുവിന്റെ രക്തത്തിലേക്ക് മുക്കി പൊക്കിയെടുത്താൽ ഇവിടെ റോബ് അതായത് അങ്കി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെയാണ് കാണിക്കുന്നത്. ജീവിതത്തിന്റെ അങ്കി. ഇറ്റ് ഈസ് അവർ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോൾ. നമ്മൾ അങ്കി അലക്കി പിടിപ്പാക്കുന്നത് നമ്മളെ തന്നെ അതുപോലെ ശുദ്ധീകരിക്കുക. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ദൈവമില്ലാതെ ജീവിച്ചു. ജീവിതകാലം മുഴുവൻ ദൈവമില്ലാതെ ജീവിച്ചു. അറിയാവുന്ന എല്ലാ പാപത്തിലും വീണു. ക്രിമിനൽ മനോഭാവം ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ പാപവും ചെയ്തിട്ടുണ്ട്. സൂര്യൻ്റെ കീഴിലുള്ള സകല പാപം ചെയ്ത ഒരു ക്രിമിനൽ കൊണ്ടുവരികയാണ്. ഒരു കോർട്ടിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും കേസ് കൊടുത്തില്ല, കോടതി തന്നെ കേസ് അങ്ങ് ഫയൽ ചെയ്യും. എന്നിട്ട് വിചാരണ തുടങ്ങും. നമ്മുടെ ഒരു കോർട്ടിൽ നിന്നും വിചാരണ തുടങ്ങിയാൽ സാധാരണ എത്ര സമയമെടുക്കും വിചാരണ തീരാൻ? എത്ര മിനിറ്റ് എടുക്കും? എത്ര മണിക്കൂർ എടുക്കും? വിചാരണ തുടങ്ങിയാൽ വർഷങ്ങളെടുത്തേക്കാം. നോർമലി ഒരു കേസ് ക്ലോസ് ചെയ്യാൻ വർഷങ്ങളെടുക്കും.
എത്രയോ പ്രയർ റിക്വസ്റ്റുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് ഈ കാര്യം പറഞ്ഞു. അനേക വർഷങ്ങൾ കോടതി ഇറങ്ങി സാക്ഷിയെ വിസ്തരിച്ചു, അയാളെ വിസ്തരിച്ചു, തെളിവെടുപ്പ് നടത്തി, പ്രതിയെ കൊണ്ടുപോയി, ചിലപ്പോൾ ആദ്യം റിമാൻഡിൽ വെക്കുന്നു, പിന്നെ കൊണ്ടുപോകുന്നു. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ പ്രോസസ്. അതിനുശേഷം എല്ലാ വിചാരണയ്ക്ക് ശേഷം കോർട്ട് അത് പഠിച്ച് ഇന്ന ശിക്ഷാ നിയമങ്ങളനുസരിച്ച് എന്തെല്ലാം അയാൾക്ക് കൊടുക്കാം അതെല്ലാം കൂടി കൂട്ടി കോർത്തിണക്കി അവസാനം 2 ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷം വീതം, 14 അല്ലേ ആണെന്ന് തോന്നുന്നു, 2 പ്രാവശ്യം 28 വർഷം. ഇങ്ങനെയൊക്കെയുള്ള വിധിയാണ്. കഠിന തടവിന് വിധിക്കും, പല രീതിയിൽ അതിഭീകരമാണെങ്കിൽ വധശിക്ഷ. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കോർട്ട്, മനുഷ്യരുടെ കോർട്ടുകളിൽ. ഇനി അതേ കുറ്റവാളിയെ ദൈവത്തിന്റെ കോർട്ടിൽ കൊണ്ടുപോയി നിർത്തുക, പ്രതികൂട്ടിൽ നിൽക്കുക. പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു, ദൈവത്തിന്റെ പുസ്തകം തുറക്കുന്നു. ദൈവത്തിന്റെ ഇതനുസരിച്ച് പൂർണ്ണമായി ഈ മനുഷ്യനാരാണ്? കുറ്റവാളിയാണ്. പാപത്തിന്റെ ശമ്പളം മരണം. ഇതെല്ലാം കണ്ടെത്തി നിൽക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ പറയുന്നത്, യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം അയാൾ കുറ്റവിമോചിതനായി. ഇനി വിചാരണയില്ല, സാക്ഷികളെ നിരത്തണ്ട. ഇയാള് പാപം ചെയ്ത കുറേ പേര് ഇയാൾക്ക് പാപം ചെയ്തതിന് സാക്ഷികളാണ്. ഇവരാരെയും വിളിപ്പിക്കണ്ട. ആ സെക്കൻഡിൽ ഇയാളെ കുറ്റവിമോചനം നടത്തി ഇയാള് ഒരു കുറ്റവും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തതുപോലെ അങ്ങ് ഇറക്കി വിടും. അയാളെ അക്യൂട്ട് ചെയ്ത് ഇറക്കി വിടും. ഇതാണ് ദൈവിക കോടതിയിൽ സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അവർ അവരുടെ അങ്കി, എനിക്ക് അങ്ങോട്ട് തോന്നിപ്പോകുന്നു നിങ്ങളോട് പറയാൻ. ഇന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് വിശ്വസിക്കാം, മുഴുവൻ വിശ്വസിക്കാം, മുഴുവൻ, അല്പമല്ല. നേരത്തെ പറഞ്ഞു യോഹന്നാൻ 1:7 പറഞ്ഞത്, ദ ബ്ലഡ് ഓഫ് ജീസസ് ഹിസ് സൺ പ്യൂരിഫൈസ് us from all sin. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപം, എല്ലാവരും പറഞ്ഞ സകല പാപം. അപ്പോ ആ പാപമില്ല ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് ക്ഷമിക്കുമെന്ന് ചോദിക്കുന്ന ആ പാപം അത് ഇതിൽ പെട്ടില്ലേ? അതും ക്ഷമിച്ചു. പക്ഷേ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കണം. ലോജിക്ക് വെച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ രക്തം എന്നെ രക്ഷിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ രക്ഷയില്ല. എന്നാൽ വിശ്വസിക്കുക, അവന്റെ രക്തത്താൽ പൂർണ്ണമായ പാപവിമോചനം ഉണ്ട്. അവരവരുടെ അങ്കി അലക്കി വെളുപ്പിച്ചു. It is so white. It is snow white. ഇനി അടുത്തൊരു വിലപ്പെട്ട ഒരു രഹസ്യം പറയാൻ പോവുക. ഈ രഹസ്യം പറഞ്ഞാൽ സാധാരണ ആരോടും അത് പറയാൻ പാടില്ല അല്ലേ? നമ്മൾ ഈ വായു അല്ലാതെ വേറെ ആരും അറിയരുത് പോലെ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അങ്ങനെയല്ല, ഈ രഹസ്യം എല്ലാവരോടും പറയണം. ഈ രഹസ്യം പരസ്യമാക്കണം. മർമ്മമാണ്. അതെ, അത് പരസ്യമാക്കണം. ഇനി പറയട്ടെ. Revelation 5:9, വെളിപാട് പുസ്തകം 5:9 പറയുന്നത്, they sang a song. അവരൊരു പാട്ട് പാടുക. ആ പാട്ട് എന്താണ്? ഇനി കേൾക്കാം. 5-ാമത്തെ വെളിപ്പാട് പുസ്തകം 5. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പല പാട്ടുകളുണ്ട്. സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ട്, ഭൂമിയിൽ ആർക്കും പഠിക്കാൻ പറ്റാത്ത പാട്ട്, അങ്ങനെ പല സ്ഥലത്ത് പാട്ടുകളുണ്ട്. 19-ാം അധ്യായത്തിൽ പാട്ടുണ്ട്, 5-ാം അധ്യായത്തിൽ പാട്ടുണ്ട്, 4-ാം അധ്യായത്തിൽ പാട്ടുണ്ട്. പലതിലും സോങ്സ് ഇങ്ങനെ മുഴങ്ങി കേൾക്കുക. സ്വർഗത്തിലാണ് ഇത് നടക്കുന്നത്. അവർ പാടുന്ന പാട്ടാണ്, You are worthy to take the scroll and to open its seals, because you were slain, and with your blood you purchased men for God from every tribe and language and people and nation. എന്താണ് ആ പാട്ട്? പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, വില കൊടുത്തു വാങ്ങി, മേടിച്ചു. ഇത് കാശ് കൊടുത്താൽ കിട്ടും, ഇത് കാശ് കൊടുത്താൽ മേടിക്കും, ഇത് കാശ് കൊടുത്താൽ മേടിക്കും, പെൻസിൽ കാശ് കൊടുത്താൽ മേടിക്കും, ടേബിൾ എന്തും കാശ് കൊടുത്താൽ മേടിക്കും, ഡ്രസ് എന്തും
കാശ് കൊടുത്താൽ കിട്ടും. വില കൊടുത്തു വാങ്ങി സ്വന്തമാക്കി. എല്ലാവരും പറഞ്ഞ വില കൊടുത്തു വാങ്ങി സ്വന്തമാക്കി. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. വില കൊടുത്തു വാങ്ങി സ്വന്തമാക്കി. ഇനി അതെന്റെ. ഇവിടെ പറയുന്നത് ഒരു പാട്ടാണ്. അതിന്റെ ലിറിക്സ്, അതിന്റെ വരികൾ എങ്ങനെയാണെന്നറിയോ? You are worthy to take the scroll and to open its seals. നീ ഈ പുസ്തകം വാങ്ങി അതിന്റെ സീൽ പൊട്ടിക്കാൻ യോഗ്യനാണ്. Because you were slain. നീ അറുക്കപ്പെട്ടു. And with your blood you purchased men for God. മനുഷ്യരെ ദൈവത്തിനായി വില കൊടുത്തു വാങ്ങി. എന്താണ് വില? Your blood. പോക്കറ്റിൽ കിടന്ന് കിലുങ്ങിയിരുന്ന സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ അല്ല. നിന്റെ സിരകളിലും ധമനികളിലും ഒഴുകിയിരുന്ന നിന്റെ രക്തം വിലയായിട്ട് കൊടുത്ത് നീ മനുഷ്യരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. എവിടെന്ന്? Every tribe and language and people and nation. സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവർ അവരെ വിലക്ക് വാങ്ങി. ഇനി അവരുടെയുമല്ല വേറാരുടെയുമല്ല, അവർ ദൈവത്തിൻ്റെതാ. യേശു കർത്താവിന്റെ രക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇനി നിങ്ങളുടെ അല്ല, ഇനി നിങ്ങളുടെ അല്ല, ഇനി നിങ്ങൾ മറ്റാരുടെ അല്ല, നാട്ടുകാരുടെ അല്ല, ഗവൺമെന്റിന്റെ അല്ല, നിങ്ങൾ ഇനി ദൈവത്തിൻ്റെതാണ്. അതിലിവിടെ പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 1:18-19 ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 18-19 അവിടെ പറയുന്നത് അഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19 ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ നേരത്തെ ഞാൻ ആദ്യം ചോദിച്ചില്ലേ, എനിക്ക് വല്ല വിലയുണ്ടോ ബ്രദറെ? എന്താ വില? യേശുവിന്റെ രക്തത്തിന്റെ വില. യേശു കർത്താവിന്റെ രക്തത്തിന് എത്ര വിലയുണ്ട്? ക്ഷമ സിസ്റ്റർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യേശുവിന്റെ രക്തത്തിന്റെ വില എത്രയാണ്? രക്തത്തിന്റെ വില അളക്കാൻ, മനുഷ്യന്റെ രക്തത്തിന്റെ വില പോലും അളക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം അതുകൊണ്ടാണ് ബ്ലഡ് ബാങ്കുകളൊക്കെ വില മതിക്കാനാവാത്ത ഒന്നാണത്. അത്രയും ആപൽക്കരമായ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ്. അത്രയും ഇപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ വില. പണ്ട് ഈ രക്തം കൊടുത്ത കാശ് കിട്ടുമായിരുന്നു. ഞാൻ പോയിട്ടുണ്ട് വെക്കാൻ, പക്ഷെ നടന്നില്ല. അപ്പോഴാണ് അതിന് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞു ബ്ലഡ് ഡൊണേഷനുള്ള കാശ്. നമ്മുടെ മാഗസിൻ ഇറക്കാൻ, ഈ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടിയിട്ടുണ്ട്, മാഗസിൻ ഇറക്കാൻ വേണ്ടി, രക്തം വെക്കാൻ വേണ്ടി ബ്ലഡ് ബാങ്കിൽ എൻ്റെ അന്ന് ഉണ്ടായിരുന്നൊരു കൂട്ടു സഹോദരൻ ഞാൻ അയച്ചു, ഒന്ന് പോയി നോക്കിയിട്ട് പോകാം. ഞാൻ ഓഫീസിലിരിക്കുകയാണ്, കാശില്ല, പ്രിന്റ് ചെയ്തിറക്കിയ മാഗസിൻ ഇറക്കാൻ, നോക്കിയിട്ട് വരാൻ. അവിടെ പോയിട്ട് തല കുമ്പിട്ടാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അവർ പറയുന്നത് പണ്ടൊക്കെ ഇങ്ങനെ ബ്ലഡ് വിറ്റ് കാശ് മേടിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം 300 ml കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്യിച്ചു. രക്തം ഇനി വിൽക്കാൻ പാടില്ല. കിഡ്നിയൊക്കെ ഇപ്പോഴും വിൽക്കുന്നുണ്ട്, ഹാർട്ട് വിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിഡ്നിയൊക്കെ വിൽക്കുന്നുണ്ടോ, ഒരെണ്ണം പറിച്ചു കൊടുത്താൽ കിട്ടും. ഇല്ലീഗലാണോ? പക്ഷേ ആണോ? ഇപ്പൊ ലീഗലായിട്ട് റിലേറ്റീവ്സിന് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബ്ലഡ് മുഴുവൻ ഇപ്പൊ ഡൊണേഷൻ ആക്കി മാറ്റി എന്നാണ് എനിക്കറിവ്. എന്നാൽ യേശുവിൻ്റെ രക്തത്തിന്റെ വില എന്താണ്? മനുഷ്യന്റെ പോട്ടെ എന്ന് വെച്ചാൽ യേശുവിൻ്റെ രക്തത്തിന്റെ പ്രത്യേകത കൂടെ പറയാം. ഏത് ബ്ലഡ് എടുത്താലും അതിൽ പാപമുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ പാപമില്ല. അങ്ങനെ ആകെ യേശുവിന് മാത്രം അങ്ങനത്തെ ഒരു ബ്ലഡ് ഉള്ളൂ, വേറെ ഒരാൾക്കുമില്ല. ഏത് ഗ്രൂപ്പാണെങ്കിലും എ പോസിറ്റീവ് ആകാം, ഒ പോസിറ്റീവ് ആകാം, ബി നെഗറ്റീവ് ആകാം, ബി പോസിറ്റീവ്, ഏത് ബ്ലഡ് എടുത്താലും അതിൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത കാണില്ല, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അതിൽ പാപമുണ്ട്. പാപമുള്ള രക്തമാണെല്ലാം. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൽ ഏത് ലാബിൽ പരിശോധിച്ചില്ലെങ്കിലും ദൈവം മുമ്പാകെ ആ ബ്ലഡിനെ ഹോളി ബ്ലഡ് എന്നാണ് വിളിക്കുന്നത്, പുണ്യാഹ രക്തം. അതിൽ ഒരു പാപവും ഇല്ല. ആ രക്തത്തിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ
പ്രൈസ്ലെസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. വിലമതിക്കാനാവാത്ത, ഇപ്പുറത്തെ സ്വർണമോ വെള്ളിയോ വെച്ച് തൂക്കാൻ സാധ്യമല്ല, അങ്ങനെ ഒരു രക്തമാണ് യേശുവിൻ്റെ രക്തം. ആ രക്തത്താലാണ് നമ്മെ ഓരോരുത്തരെയും വിലക്ക് വാങ്ങിയതെങ്കിൽ, യേശുവിൻ്റെ രക്തം അമൂല്യമാണ്, വിലമതിക്കാത്തതാണെങ്കിൽ നമ്മളും അമൂല്യരാണ്, വിലമതിക്കാനാവാത്തവരാണ്. അങ്ങനെയാണ് അത് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ആരും വിലമതിച്ചില്ലെങ്കിലും ദൈവം, സിസ്റ്റർ, ബ്രദർ, നിങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഓരോരുത്തരെയും വിലക്ക് വാങ്ങാൻ വേണ്ടി തൻ്റെ സ്വന്തം രക്തം, വിലമതിക്കാനാവാത്ത രക്തം ഒഴുക്കി വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 7:23 പറയുന്നത്, യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് 6-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ വായിക്കാൻ പറയുന്നത്, ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. അവരവരുടെ കാര്യപരിപാടിയുമായി ഇനി ജീവിക്കാൻ പാടില്ല, ഇനി ദൈവത്തിന് വേണ്ടി ജീവിച്ചോളൂ. കാരണം വിലക്ക് മേടിച്ചേക്കും. ഹല്ലേലൂയ. ഒരു വീട് വിലക്ക് മേടിച്ചു, ഇനി നിങ്ങൾക്ക് അതിൽ അറ്റകുറ്റപ്പണികൾ നടത്താം, പുതിയ മുറി എടുക്കാം, അതിൻ്റെ മുകളിൽ പെയിന്റ് അടിക്കാം, എന്ത് വേണം. കാരണം നിങ്ങളുടെയാ, വിലക്ക് മേടിച്ചതാ. അന്നത്തെ കാലത്ത് ഈ സ്ലേവ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. അടിമകളെ കൊണ്ടുവന്ന ഓരോ പീഠത്തിൽ നിർത്തിയിട്ട് വില പറയും. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇത്ര രൂപ കൊടുത്ത്, അതായത് സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ എനിക്ക് രാവിലെ ഇപ്പം ഈ സ്ലേവായിട്ട് മേടിച്ച ആൾ പറയുകയാണെങ്കിൽ രാവിലെ 8:30 നിങ്ങൾ എനിക്ക് ബെഡ് കോഫി തരണം എന്ന് മുതലാളിയോട് പറയാൻ പറ്റും? നീ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ ഇവിടെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് 4 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നു. അത് യജമാനാണ് തീരുമാനിക്കുന്നത്. ഇനി അവൻ്റെ വിളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനേ പറ്റില്ല. വിലക്ക് മേടിച്ചു അന്നത്തെ കാലത്ത്. അതുപോലെ നമ്മെ ഇന്ന് അവൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് മറക്കരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജീസസിൻ്റെ ബ്ലഡാണ്, ഇറ്റ് ഈസ് ദ കറൻസി വിത്ത് വിച്ച് ജീസസ് ബോട്ട് മാൻകൈൻഡ് ഫോർ ഹിംസെൽഫ്. അതിൻ്റെ കറൻസിയാണ്. യേശുവിൻ്റെ രക്തം എന്താണ്? കറൻസിയാണ്, ഒരു പ്രത്യേക നാണയമാണ്. അത് കൊടുത്താണ് നമ്മൾ നാണയമാണ്, അത് കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇമോഷണൽ ഹീലിംഗ്, മെൻ്റൽ ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിംഗ്, റിലേഷണൽ ഹീലിംഗ് തുടങ്ങി എല്ലാം ഈ രക്തത്തിലൂടെ നടക്കും. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, ഇതുണ്ടായ സംഭവമാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി, ഒരു ലേഡി പെട്ടെന്ന് പാരലൈസ്ഡായി. പ്രത്യേക രീതിയിൽ ഏതൊരു വാതരോഗം വന്ന് കിടപ്പിലായി. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പോലും എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, കിടപ്പാണ്. അപ്പോൾ ഇവളങ്ങ് വളരെ ഡിപ്രസ്ഡായി. കാരണം ഞാൻ കുടുംബത്തിനൊരു ഭാരം, സഭയ്ക്കൊരു ഭാരം, ഇങ്ങനെ എന്തുകൊണ്ടായിപ്പോയി? ഞാൻ കർത്താവിനെ സേവിച്ചു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു സൺഡേ സ്കൂളിൽ, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കുറേ മാസങ്ങൾ അങ്ങനെ ആ രോഗാവസ്ഥയിൽ ഇവൾ കിടന്ന് ഒരു ദിവസം ഞായറാഴ്ച രാവിലെ അവൾ ഒത്തിരി കരഞ്ഞു. കർത്താവേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഒത്തിരി വേദനിച്ചു. എല്ലാവർക്കും ഭാരമായി ഞാനിങ്ങനെ ജീവച്ഛവമായി കിടക്കുകയാണ്. അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ തോന്നി. അവൾ കണ്ണു തുറന്നപ്പോൾ യേശു ആ മുറിയിലേക്ക് കടന്നു വരിക. അവൾ കാണുന്ന കാഴ്ച, യേശു ആദ്യം ചെയ്തത് കൈ നീട്ടി ആ മുറിവ് കാണിച്ചു കൊടുത്തു. ശേഷം യേശു തിരിഞ്ഞപ്പോൾ യേശുവിൻ്റെ പുറം ഭാഗം അവൾ കണ്ടു. പുറംഭാഗത്ത് അവൾ കണ്ട കാഴ്ച സങ്കീർത്തനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ഉഴവ് ചാൽ പോലെ, എന്ന് വെച്ചാൽ കൃഷിപ്പാടത്ത് പ്രത്യേക കലപ്പ ഉപയോഗിച്ച് മണ്ണ് മാന്തി ചാലുണ്ടാക്കും അല്ലേ? കണ്ടിട്ടുള്ളവരുണ്ട്. ചാലിങ്ങനെ കീറി ഒഴുകാൻ വേണ്ടി പോകുമ്പോൾ
കംപ്ലീറ്റ് കീറിയിടും. അതുപോലെ പുറം മുഴുവൻ കീറി ഉഴവുചാല് പോലെ കീറിക്കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് യേശു കർത്താവിൻ്റെ മേൽ മുതുകിലടിച്ച ചാട്ട എന്ന് പറയുന്ന ഒരു സ്ട്രാൻഡ് അല്ല ഉള്ളത്, 9 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ 9 എണ്ണം ഉണ്ട്. ഒരടി അടിക്കുമ്പോൾ 9 ചാലാണ് വീഴുന്നത്. അങ്ങനെ 39. ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. നോക്ക്, 39 പ്രാവശ്യം അടിയുണ്ട്. എത്ര? അതിൽ 9 ഇൻറ്റു 9 എത്രയാ? 351 351 ചാലുകൾ കീറി പുറം മുഴുവൻ. അതിൽ മറ്റു ചില ഭാഗങ്ങൾ കൂടെ കോർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അവൻ്റെ ബാക്കിലുള്ള ചില വാരിയലുകളും അസ്ഥികളും നട്ടെല്ലും ഒക്കെ വിസിബിളായെന്ന് പറയും. മാംസം തെറിച്ചു പോയിട്ട് അസ്ഥികളെല്ലാം എണ്ണാമായിരുന്നു, അല്ലെങ്കിൽ അസ്ഥികൾ ദൃശ്യമായി. അവിടെ നിന്നാണ് ആ രക്തം ഒഴുകിയത്. ഇത് അവളെ കാണിച്ചു കൊടുത്തു, കൈയും ഇതും കാണിച്ചു കൊടുത്തു. യേശു ഇങ്ങനെ വന്ന് അവളെ ഒന്ന് തൊട്ടു. യേശു പോയി. ആ നിമിഷം അവൾ ചാടി എഴുന്നേറ്റു. ബഹളം കേട്ട് വീട്ടിലുള്ളവർ ഓടി മുറിയിൽ വന്നപ്പോഴേക്കും ഇവള് നേരെ നിൽപ്പുണ്ട്. ഒരു രോഗമോ രോഗലക്ഷണമോ കാണുന്നില്ല. അവൾ ഡ്രസ്സ് ചെയ്ത് നേരെ ചർച്ചിൽ പോയി. സൺഡേ മോർണിംഗ് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ആ യേശുവിൻ്റെ യേശുവിൻ്റെ രക്തത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, ശരീരത്തിൽ ഹീലിംഗ് കൊണ്ടുവരാൻ എല്ലാത്തിനും യേശുവിന്റെ രക്തം മതി എന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ രക്തം ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. കൈനീട്ടിയേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ലിവർ, കരളിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന, ഹാർട്ടിന് പ്രയാസമുള്ളവർക്ക് ഇപ്പോൾ സൗഖ്യമാകാം യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ വ്രണങ്ങൾ ശരീരത്തിൽ നിറഞ്ഞ ഏത് രോഗങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാൻ ഇതെല്ലാം ഒന്നും വിളിച്ചു പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കൈനീട്ടി ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. ഇതിൽ തന്നെ എന്തോ സരസു എന്ന ആളുകൾ ഇങ്ങനെ ഓമനിച്ച് വിളിക്കുന്ന ഏതോ ഒരു വ്യക്തി, ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. നിങ്ങൾക്ക് വിടുതൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷ്യം പറയണം. നിങ്ങൾക്ക് പ്രേ കോൾ സെന്ററിലെ നമ്പറിൽ, പ്രേയർ ലൈനിൽ ഇപ്പോൾ തന്നെ വിളിക്കാം. ഇനിയും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായാൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക. ഈ പുസ്തകങ്ങൾ സൗജന്യമാണ്. സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. പോസ്റ്റേജും ഹാൻഡ്ലിംഗ് ചാർജസ് മാത്രം കൊടുക്കുക. ലിയയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ കൊടുക്കാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് മിസ്സാകരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Hallelujah, hallelujah.